ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CMA ഇൻ്റർമീഡിയറ്റിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള പേപ്പർ 10 കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്ത് പഠിക്കണം അതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നേ ഒരു വീഡിയോയിൽ. അത് ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിലുള്ളൊരു ടോക്കാണ്. നമുക്ക് ഓഡിറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓഡിറ്റ് പഠിക്കാൻ പാടാണ് എന്നുള്ളത് പൊതുവിൽ പറയുന്നൊരു കൺസേൺ ആണ്. കാരണം അത് തിയറിയാണ്, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് പ്രോപ്പർ റിവിഷൻ മാത്രമാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു കറക്റ്റ് ഗൈഡ്, ഒരു കറക്റ്റ് നോട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. ആ നോട്ടും കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് ഓഡിറ്റ്. ഞാൻ പറയുവാണ്, കാരണം എന്നെ സംബന്ധിച്ച് ഓഡിറ്റ് എനിക്ക് ഭയങ്കര എളുപ്പമാണ്. കാരണം അത് മനസ്സിലാക്കി എങ്ങനെ പഠിക്കണം എന്നുള്ള കറക്റ്റ് ഒരു വേ എനിക്കറിയാം. സോ അതുകൊണ്ട് ആ രീതിക്ക് പഠിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഓഡിറ്റ് നല്ല എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ഒരു നോട്ട് ആവശ്യമാണ്, കറക്റ്റ് അത് പറഞ്ഞു തരാൻ ഒരു ഗൈഡൻസ് ആവശ്യമാണ്, കറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം, MCQ നോക്കണം. എല്ലാം നിങ്ങൾ നോക്കി ആ ഓഡിറ്റ് മാത്രം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പേപ്പർ 10 നിങ്ങൾക്ക് 58 മാർക്ക് ഷുവറായിട്ട് കിട്ടും, ഓഡിറ്റ് മാത്രം പഠിക്കുവാണെങ്കിൽ. പിന്നെ അക്കൗണ്ട്സിനകത്ത് കോർപ്പറേറ്റ് അക്കൗണ്ട്സും അതിൻ്റെ ഒരു കറസ്പോണ്ടൻ്റ് ആയിട്ട് വരുന്നൊരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അതും നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് ഈ ഒരു പേപ്പർ 10 സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഓഡിറ്റിൽ 3 ചാപ്റ്ററേ ഉള്ളൂ, ചാപ്റ്റർ 1, 2, 3. ആ 3 ചാപ്റ്ററും അതിൽ 2 ചാപ്റ്റർ അത്യാവശ്യം ലെങ്തിയാണ്, ഒരു ചാപ്റ്റർ വലിയ പ്രശ്നമില്ലാത്തൊരു ചെറിയ ചാപ്റ്ററുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ലെങ്തി ചാപ്റ്റർ ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട്, അതെങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഈ 3 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 58 മാർക്ക് കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യുന്നു? അതിൻ്റെ ആവശ്യം എന്താണ്? ആ ഒരു 58 മാർക്ക് നമുക്ക് കിട്ടുന്ന 3 ചാപ്റ്റർ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളോർത്ത് വെറിയിടാവുന്നത്? അപ്പോൾ ആ ഒരു കാര്യം സേഫാവും. അപ്പോൾ അതെങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട്സോ ക്ലാസ്സോ പ്രീവിയസ് ഇയറോ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ നമ്പർ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഇനി എക്സാമിന് വെറും ഇനിയൊരു 30 ഡേയ്സ് മാത്രമാണുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ 30 ഡേയ്സ് നിങ്ങൾ ആ ഒരു കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല, അതിനൊപ്പം ഓഡിറ്റും നിങ്ങൾക്ക് സേഫ് ആവും. സോ എങ്ങനെ പഠിക്കണം, ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് നോട്ട് തരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആയ പ്രൊവിഷൻസും ഡേയ്സും ഫോം നമ്പറും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് കാണുക, ആ നോട്ട് നോക്കുക, കറക്റ്റ് അത് എഴുതിയെടുക്കുക, കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ. ഒരു 7 ഡേയ്സ് കറക്റ്റ് ഈ ഓഡിറ്റിന് വേണ്ടി നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഡിറ്റ് ആ 3 ചാപ്റ്റർ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് എടുത്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റിൻ്റെ ക്ലാസ്സസ് വേണമെന്നുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. 650 റുപ്പീസാണ് ഓഡിറ്റിൻ്റെ ക്ലാസ്സിന് വരുന്നത്. നിങ്ങൾക്ക് എല്ലാ ഏരിയയും, അതിൻ്റെ ഒരു ഏരിയ പോലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വേണ്ട രീതിക്ക് പോയിൻറ്റ്സ് ഒക്കെ ആക്കിയാണ് നോട്ട് തരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് സബ്ജക്റ്റ് എടുക്കുമ്പോഴാണ്, ഞാൻ 8 സബ്ജക്റ്റിനും ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കായാലും ഞാൻ അതിൽ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ അവിടെ തന്നെ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. ആ ചാപ്റ്ററിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ തന്നെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെയാണ് ഞാൻ ക്ലാസ് നോർമലി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുന്ന രീതിക്ക് ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ 2022 സിലബസ് വന്നതിന് ശേഷം 4 അറ്റംപ്റ്റിൽ എക്സാം നടന്നു. 4 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ പൊതുവിൽ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഓഡിറ്റ് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന കുട്ടികൾക്ക് ഒന്നും കൂടി ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എനിക്ക് കൊടുത്തേക്കുന്ന ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവർക്ക് ഈ പ്രീവിയസ് ഇയർ കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു കാര്യം, ഇതെല്ലാം മിസ് തന്ന നോട്ടിനകത്ത് ഉണ്ടല്ലോ. അപ്പോൾ നോട്ട് നമ്മൾ പഠിച്ച് തീർന്നിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കുറച്ചും കൂടി ഓക്കെ ആയി, കംഫർട്ടായി, ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടി എന്നുള്ള കാര്യം അവരെന്നോട് പറഞ്ഞു. ശരിക്കും അത് സത്യമാണ്. കാരണം ഞാനും ഈ നോട്ട് കൊടുത്തതിന് ശേഷമാണ് പ്രീവിയസ് ഇയർ കമ്പൈൻ ചെയ്തത്. ആ സമയത്ത് എനിക്കും തോന്നി, കാരണം ഞാൻ എടുത്ത നോട്ട്സിനകത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആ നോട്ട് പഠിക്കുവാണെങ്കിൽ, ആ ക്ലാസ് കേട്ട് നോട്ട് പഠിക്കുവാണെങ്കിൽ ഏകദേശം ക്ലാസ് എനിക്ക് തോന്നുന്നു ഒരു
25 അവേഴ്സിനുള്ളിലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കണ്ട് അത് 25 അവേഴ്സ് ഇല്ല, 20 അവേഴ്സോ മറ്റോ ഉള്ളൂ. അത് പ്രോപ്പറായിട്ട് കണ്ടു പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഓഡിറ്റിങ്ങിൽ കിട്ടും. പേപ്പർ 10 നിങ്ങൾക്ക് നല്ല സെക്യൂർഡ് ആവും. ഇതിനെ ഷുവർ പറയുകയാണ്, കാരണം ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് എടുത്തൊരു ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് എന്തായാലും യൂസ്ഫുൾ ആവും. ഓക്കെ, MCQയും എല്ലാം ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു അറ്റംപ്റ്റിൽ വന്നതാണ് ഓഡിറ്റ് ട്രയൽ എന്താണ്, പിന്നെ സെക്രട്ടേറിയൽ ഓഡിറ്റിൻ്റെ കേസസ്, പിന്നെ അൺപെയ്ഡ് ഡിവിഡൻഡ് അല്ലെങ്കിൽ അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറയും, പിന്നെ കോസ്റ്റ് ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ്, NFRA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ SA 230 ആണ്. പിന്നെ ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ 177 അതിൻ്റെ പവർ, ഇൻവെൻട്രിയുടെ ഓഡിറ്റ്, പിന്നെ IFC ഓവർ FR, പിന്നെ നമ്മുടെ ഹോട്ടൽസിൻ്റെ ഓഡിറ്റ്, പിന്നെ ജോയിൻ്റ് ഓഡിറ്റിൻ്റെ ബെനിഫിറ്റ്സ് ലിമിറ്റേഷൻസ്, പിന്നെ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ സെക്രട്ടറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ കുറേ മെത്തേഡ്സ്. അത് വീണ്ടും നോക്കിക്കുക, സെക്രട്ടറിയൽ ഓഡിറ്റ് അഗെയിൻ ചോദിച്ചു. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, NFRAയുടെ റോള്, അത് നോക്കിയ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ്, പിന്നെ ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് സെക്ഷൻ 139 അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പറഞ്ഞത് ഓഡിറ്റിനെ ഗവേൺ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയർ, അതിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്ക് സെക്ഷൻ SA 520 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓഡിറ്റിൻ്റെ റൊട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ഇവിടെ എന്താണ് സെക്രട്ടറിയൽ ഓഡിറ്റ് പോസിബിൾ ആണോ അല്ലയോ എന്ന്, അപ്പോൾ ആദ്യം ആ പ്രൊവിഷൻ അറിയണം, എങ്കിലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് ലിമിറ്റ്സ് പറയും, ആ ലിമിറ്റ് ഇതുമായിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ എളുപ്പമാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഓഡിറ്റിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, പിന്നെ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലാത്ത റിപ്പോർട്ട്, അതായത് മോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിലെങ്ങനെയൊക്കെ ഏതൊക്കെ സർക്കംസ്റ്റൻസ് കൊടുക്കണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്, അത് എഴുതിയാൽ മതി. പിന്നെ ഹോസ്പിറ്റൽസിൻ്റെ ഓഡിറ്റ്, അത് ഞാൻ ക്ലാസ്സിൽ ഇതെല്ലാ ക്വസ്റ്റ്യനും ഞാൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. എല്ലാം ഞാൻ നോട്ടായിട്ട് നോർമലി തന്നതാണ്, ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ഓഡിറ്റിൻ്റെ ഇൻവെൻട്രിയുടെ ഓഡിറ്റ്, അത് 2 ടൈം ചോദിച്ചു, NFR 2 തവണ ചോദിച്ചു, സെക്രട്ടറിയൽ ഓഡിറ്റ് 3 തവണ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എല്ലാം ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു ഇത് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അതാ ഇവിടെ ഞാൻ MCQs എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രീവിയസ് ഇയർ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എഴുതിയെടുക്കുകയോ റീഡ് ചെയ്ത് വിടുകയോ ചെയ്യാം. ക്ലാസ് ആയിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് ക്ലാസ്സിൽ പറഞ്ഞു തരും, ഓരോ MCQയും. അതുപോലെ തന്നെ അതിൻ്റെ നോട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തരും. നോട്ടൊക്കെ PDF ആക്കി, MCQക്ക് PDF ആക്കിയാണ് തരുന്നത്. അതിലൊക്കെ ഷുവറാണ്, നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് നിങ്ങൾ പക്ക ക്ലിയർ ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സബ്ജക്റ്റിനും ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓഡിറ്റാണ് ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്യുന്നത്, കാരണം അത് തിയറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പൊതുവിൽ പറയുന്നൊരു കാര്യമാണ്. തിയറി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഓഡിറ്റ് ഒരു ഈസി ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് ഓഡിറ്റ് പഠിക്കാനുള്ളൊരു മെത്തേഡ് കൂടിയാണിത്. നിങ്ങളത് ഒരു 20 അവേഴ്സ് മാത്രമേ വരൂ. നിങ്ങളതൊന്ന് പോസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഒരു 7 ഡേയ്സ് കൊണ്ട് ഓഡിറ്റ് നിങ്ങളുടെ കയ്യിൽ സേഫാവും. സോ അത് മനസ്സിലാക്കുക, അത് എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമുക്കത് കിട്ടും, മാർക്ക് കിട്ടും എന്നുള്ള ഓരോ സബ്ജക്റ്റും അനലൈസ് ചെയ്തേ പഠിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ രീതിക്കൊന്ന് പഠിച്ചു നോക്കാൻ ഞാനത് ഇവിടെ ഇതിൻ്റെ എല്ലാം MCQs അവിടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ഇയർ MCQ ആണ്. ഇതെല്ലാം ഞാൻ അവർക്ക് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത MCQs ആണ്. എല്ലാം അതേപോലെ വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അധികമായിട്ട് നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ MCQന് വേണ്ടി പ്രത്യേകം ക്ലാസ്സോ ഒന്നും കൊടുത്തിരുന്നില്ല. ഞാൻ അവർക്ക് നോർമൽ ക്ലാസ്സസ് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ, എന്നിട്ട് MCQ അല്ലാതെയാണ് കൊടുത്തത്. പക്ഷേ നമ്മൾ പറഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രിപ്റ്റീവ് പഠിച്ചാൽ മതി, എല്ലാ MCQ അതിൽ തന്നെ ഉണ്ട്. സോ വളരെ എളുപ്പമാണ് ഓഡിറ്റ്. ഈ ഒരു രീതിക്ക് നിങ്ങൾ പഠിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ ഫീസ്. പിന്നെ നമുക്ക് ഈ ഒരു പേപ്പർ സെക്യൂർഡ് ആക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ആ ഒരു കാര്യം, അതായത് ഓഡിറ്റ് മാത്രമാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓഡിറ്റ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേപ്പർ 10 ഞാൻ നിങ്ങളിപ്പോൾ ഓഡിറ്റ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർസ് ഡിബഞ്ചേഴ്സിൻ്റെയും ഇൻഷുറൻസ് ബാങ്കിങ്ങിൻ്റെയും ക്യാഷ് ഫ്ലോയുടെയും കൂടി ക്ലാസ്സസ് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കാരണം അത് ഞാനൊരു പ്രൊവിഷനാക്കി വെച്ചതാണ്. കാരണം ഇപ്പോൾ ഓഡിറ്റ് മാത്രം വാങ്ങുന്നവർ ഇപ്പോൾ 58 മാർക്ക് അവിടെ സെക്യൂർഡ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല മാർക്ക് വേണ്ടേ. അപ്പം ഷെയർസ് ഡിബഞ്ചേഴ്സും ഇൻഷുറൻസും ക്യാഷ് ഫ്ലോയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും, നല്ല മാർക്ക് 80+ മാർക്ക് കിട്ടും. സോ അതുകൊണ്ട് അതിൻ്റെ MCQസും എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യും. സോ ഓഡിറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്കപ്പോൾ ഞാൻ ഒരു ബെനിഫിറ്റ് എന്ന രീതിക്ക് എക്സാം ആവുന്ന ഒരു ടൈമല്ലേ, അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സസിന് വേണ്ടി നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ നോട്ട്സ് കാര്യങ്ങളൊക്കെ നോക്കുമായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് ക്ലാസ്സസ് വാങ്ങുന്നവർക്ക് ഞാൻ ആ ഒരു 3 ക്ലാസ്സസും കൂടി ഫ്രീ ആയിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്
എനിക്ക് പറയാനുള്ളത്. നല്ല എളുപ്പം ഉള്ള സബ്ജക്റ്റാണ്, ആ രീതിക്ക് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ആ ദിവസം തന്നെ, അയക്കുന്ന ദിവസം തന്നെ അവൈലബിൾ ആക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ അറ്റംപ്റ്റിൽ തന്നെ എക്സാം ക്ലിയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.